മാഡം എന്താ സ്ഥിരമായിട്ട് കോളേജിൽ പോവാത്തെ? അല്ല, വല്ലപ്പോഴൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനിപ്പോ കോളേജിൽ പോണെന്ന് നീയാണോ തീരുമാനിക്കുന്നേ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? അയ്യോ അതല്ല മാഡം, എനിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടാ. എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ ആകെ 9ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ഈ കുട്ടികൾ പുസ്തകം ഇങ്ങനെ തുറന്നു വെച്ച് മനസ്സിൽ പറയുന്നത് കാണുമ്പോഴേ ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കും. പക്ഷെ എന്നെ അങ്ങനെ നോക്കി നിക്കണ്ട. അതിന്റെ പേരില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാനും നിക്കണ്ട. ഹലോ, താങ്ക് യു. എന്റെ ദൈവമേ, കാശുണ്ടായി പോയാലും ഇത്ര കുഴപ്പോ? ശരി എന്നാ. കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു മാഡം. മേശയുടെ താഴെ കുറച്ച് പൊടി കൂടുതലായിരുന്നു, അതുകൊണ്ടാ. മേശയുടെ താഴെ പൊടി ഉണ്ടെങ്കിലേ നീ കഴിഞ്ഞ ദിവസങ്ങളിൽ പണിയെടുത്തത് ഒന്നും ശരിയായിട്ടില്ല. മനസ്സിലായോ? സോറി മാഡം. പൊക്കോ. നിന്നാരും കണ്ടില്ലല്ലോ? ഇല്ല മാഡം. ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയോ? കിട്ടി. ദേ. കൊള്ളാം. കുട്ടിക്കാലം മുതലേ വളരെ സുന്ദരിയാണ് വേദ. ഇതൊക്കെ എടുക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അയ്യോ, എന്തോരം കാശ മേഡം എനിക്ക് തന്നോണ്ടിരിക്കുന്നേ. അപ്പൊ ഇത് വേണ്ടേ? അയ്യോ വേണം. മേഡത്തിന്റെ സഹായം കൊണ്ട് കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരിക. എല്ലാം ഞാൻ മാറ്റിത്തരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കണം, അത്രേ ഉള്ളൂ. മാഡം, ഈ ഫോട്ടോ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരിക്കൽ നന്ദിനിയുടെ കൂടെ നിന്നിരുന്ന ഇന്ദ്രജ ഇപ്പോ അവളുടെ ശത്രുവല്ലേ? ശത്രുവാണോന്നോ? അവസരം കിട്ടിയ ഇന്ദ്രജ മേഡം അവളെ കൊല്ലും. അതിനിടയില്
എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കിയ കാര്യം അവള് പ്രഗ്നന്റ് ആയി എന്നുള്ളതാ. അത് നുണയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി. അതിന്റെ ആശ്വാസം ചെറുതൊന്നും അല്ല. അപ്പൊ പിന്നെ ഇന്ദ്രജയ്ക്ക് പിന്നാലെ വേദയെയും അവളുടെ ശത്രുവാക്കണം. അതിനു വേണ്ടിയാ ഇത് എടുത്തോണ്ട് വരാൻ നിന്നോട് പറഞ്ഞത്. മാഡം, ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ കനകയുടെ വിദ്യാഭ്യാസം ഇത്രയും പോരാ. കനക, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയുമ്പോഴേ അറിയാൻ പാടുള്ളൂ. എന്നോടൊപ്പം ചിന്തിക്കുന്നുവെങ്കിൽ ഞാനും കനകയും തമ്മില് വ്യത്യാസമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നു മാഡം, ഒരു 10 ജന്മം ജനിച്ചാലും മാഡത്തിനെ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇന്ദ്രജ മാഡം അവളുടെ കൂടെയാണെന്ന് പറഞ്ഞു. രണ്ടും രണ്ടായി. ഇനി വേദ മാഡത്തിന്റെ കാര്യത്തിലും എനിക്ക് വലിയ സംശയമൊന്നുമില്ല. നാളെ അവളുടെ ബർത്ത്ഡേ അല്ലേ? അത് എനിക്കൊന്ന് ആഘോഷിക്കണം. എന്താ മാഡം? നീ ഇറങ്ങിക്കോ, ഞാൻ വിളിച്ചോളാം. ചെല്ല്. ക്യൂട്ട് ബേബി, നിനക്കുള്ള ബർത്ത്ഡേ വിഷസ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. കൈയിട്ട് വാരി തിന്നില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ല. അവളെ എടുത്തോട്ടടി. നിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചില്ലെങ്കിലേ അവൾക്കൊരു സമാധാനം കിട്ടില്ല. മതി. എന്താ മോളെ കരയുന്നേ? ഒന്നുമില്ല രാജേട്ടാ, നമ്മള് ജോലിക്കാർക്ക് വേറെന്താ പണി? നമുക്ക് നേരം വെളുത്താ വൈകുന്നേരം വരെ പണിയെടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് കരയാം. കരയരുത് മോളെ. അവര് പറയുന്നതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കുന്നതല്ലേ മോളുടെ ശീലം. ചിലപ്പോ കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോലെ രാജേട്ടാ. അത് പോട്ടെ, നമ്മള് തമ്മിൽ വെറുതെ എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട്. രാജേട്ടാ, എന്റെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ട്. എത്ര ആലോചിച്ചിട്ടും അതിനുത്തരം കിട്ടുന്നില്ല. എന്തിനെ കുറിച്ച് മോളെ? അന്ന് ആ ടെൻഡർ കഴിഞ്ഞിട്ട് ഒരു കൂട്ടർ പ്രസന്റ് കൊണ്ടുവന്നില്ലേ? അവരെന്തിനാ എന്റെ നമ്പറിൽ വിളിക്കുന്നേ? എന്നെ വിളിച്ചു ഗേറ്റിനടുത്തേക്ക് ഇറക്കി എന്നെ എന്തിനാ അത് ഏൽപ്പിച്ചത്? സൂര്യ സാർ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ടും അവരെന്തിനാ തിരക്കിട്ട് പോയത്? ആ ഗിഫ്റ്റ് ഇന്ദ്രജ മാഡത്തിനുള്ളതായിരുന്നില്ലേ? പിന്നെ അവരെന്തിനാ അത് സൂര്യ സാറിന് തന്നെ കൊടുക്കാൻ പറഞ്ഞത്? അപ്പൊ ഇതിലെന്തോ കളിയില്ലേ? ഇതാരോ കരുതിക്കുട്ടി ചെയ്തല്ലേ? അതെ, മോള് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതിലെന്തോ കുഴപ്പമുണ്ട്.